പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ അതാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അവിടുത്തെ കരുണ തന്നെയാണ് എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇതെല്ലാം കേട്ടും അതിൻ്റെ രക്തചുരുക്കമായിട്ട് സ്നേഹത്തിൻ്റെ അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞൊരു വാചകമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നതിനാണ് ദൈവത്തിൻ്റെ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയക്കുക മാത്രമല്ല, പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി നൽകി ആ പുത്രൻ വഴി നമ്മളെ ദൈവം തൻ്റെ മക്കളാക്കി തീർത്തു എന്നുള്ളത്. നാം വെറുതെ ദത്തുപുത്രരല്ല, നമ്മൾ മക്കളാണെന്നുള്ളത്. അപ്പോൾ ഒരു പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഈ കരുണയും നീതിയും അനുഭവിക്കാൻ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധം തന്നെ. പഴയ നിയമത്തിലെ ദൈവം ഒരു ശിക്ഷിക്കുന്ന ദൈവം, അസഹിഷ്ണുവായ ദൈവം, ഇങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ ബ്രദർ പറഞ്ഞു. എത്ര തെറ്റ് ചെയ്താലും മക്കളെ വാരിപ്പുണരുന്ന ആ പിതാവിൻ്റെ സ്നേഹം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായിട്ട് നിങ്ങൾക്ക് ദാനങ്ങൾ നൽകുകയില്ല. അപ്പം ആ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു അവബോധം അല്ലെങ്കിൽ ആ ആഴമായ ഒരു അനുഭവം, അത് ആ ദൈവനീതിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ളത്. പിന്നെ ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോയുടെ ബലി സജീവ ബലിയാണ് എന്ന് പറഞ്ഞ് അതെനിക്കൊരു പുതിയ ഉൾക്കാഴ്ചയായിരുന്നു. കാരണം ഈശോ ശരിക്കും ആ ജീവൻ നിലനിർത്തിക്കൊണ്ട്, അതായത് ഈശോ സഹിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈശോ ജീവനോടെ ഇരുന്നാണ് ആ ബലി അർപ്പിക്കുന്നത്. അല്ലാതെ മറ്റു മൃഗങ്ങളുടെ ബലി പോലെ ചത്ത് എന്നുള്ള ഒരിതല്ല. ഈശോ ജീവൻ അർപ്പിച്ചുകൊണ്ട് തന്നെ ബലി അർപ്പിക്കുന്നത്. അത് സജീവ ബലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കുറെ കൂടി ആഴത്തിൽ ബോധ്യപ്പെട്ടു. പിന്നെ എനിക്ക് കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, കൽപ്പനകൾ അനുസരിക്കണം, അത് വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, ക്രിസ്തു മോശയുടെ നിയമത്തിന് ക്രിസ്തു തന്നെ നൽകിയിരിക്കുന്ന ഒരു ആഖ്യാനമുണ്ട്. അത് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നത്. മോശയുടെ കൽപ്പന അനുസരിച്ചാൽ യഹൂദരെ നമ്മളാകുന്നുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം പാലിക്കണം, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം. ഇങ്ങനെയുള്ളൊരു 3-4 കാര്യങ്ങൾ, വേറെയും പല കാര്യങ്ങളുണ്ട്, എല്ലാം ഇപ്പോൾ ഓർക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പലപ്പോഴും പോയി കഴിയുമ്പോൾ ഓർക്കും, അത് പറഞ്ഞില്ലല്ലോ ഒന്ന്. ഈ ബ്രദർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവവചനം ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, അതെനിക്ക് തോന്നുന്നത്, ഞാൻ പല ധ്യാന പ്രസംഗരീതിനെ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ല. പലപ്പോഴും ലിറ്റർജിയും പ്രഭാഷണങ്ങളും ഇങ്ങനെ ഒരു 2 തട്ടിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ആധ്യാത്മികതയുടെയും ദൈവശാസ്ത്രത്തിൻ്റെയും എല്ലാം ഉറവിടമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആരാധനക്രമത്തെ സഭ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു ഉൾക്കാഴ്ച അത് ബ്രദർ വളരെ നന്നായിട്ട്, എനിക്ക് തോന്നുന്നില്ല പല അച്ഛന്മാർ പോലും പ്രസംഗിക്കുമ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെടുത്തി വചനം ഇങ്ങനെ പ്രസംഗിക്കുന്നു ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. ആ ഒരു കാര്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ആണ് നമ്മൾ ആരാധനാക്രമത്തിലൂടെ പരികർമ്മം ചെയ്യുകയും ആഘോഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും നീണ്ട പ്രസംഗങ്ങൾ പറയും, പക്ഷെ കുർബാനയ്ക്ക് വരുമ്പം വെട്ടിച്ചുരുക്കി കുർബാന ഇങ്ങനെ ഒരു തരത്തിൽ ഒപ്പിച്ചു പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. പക്ഷെ ബ്രദർ ഇപ്പോൾ ഒരു അൽമായനായതുകൊണ്ട് ഞാൻ ഓർത്തും ബ്രദർ ഒരു പുരോഹിതനാണെങ്കിൽ എത്രയോ നന്നായിട്ട് ബ്രദർ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തേനെ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു കാര്യം അങ്ങേയറ്റം, അത് വളരെ വെറുതെ ഞാൻ വാക്കുകളിൽ പറയുന്നതല്ല, അത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതും എനിക്ക് തോന്നുന്നു ധ്യാനപ്രസംഗകരായിട്ടുള്ള വൈദികർക്ക് ഈ ഒരു കാര്യം ബ്രദർ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരാവശ്യമാണെന്ന് കൂടി ഞാൻ പറയുകയാണ്. ദൈവത്തിന് നന്ദി പറയും. അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനിടയ്ക്ക് മറ്റൊന്ന് പറഞ്ഞോട്ടെ, നാളെ നമ്മൾ ഈ ആരാധനാക്രമത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ആഘോഷമായ റാസ കുർബാന അർപ്പിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഞാൻ നാളെ രാവിലെ അതിനെക്കുറിച്ച് ശരിക്കും പിന്നെ കുറച്ചും കൂടി മനസ്സിലാക്കി തരാം. എന്നിട്ട് ആ റാസ കുർബാനയിലാണ് എന്തോ ഒരു അനുഭവമാണ് ഉണ്ടാകാൻ പോണെന്നറിയാം. രാവിലെ 9:30-ക്കാണ് റാസ കുർബാന. അപ്പോൾ രാവിലെ ഉള്ള ക്ലാസ് ഞാൻ ആ കുർബാനയുടെ ഈ പ്രാധാന്യം അല്ലെങ്കിൽ ഈ ദൈവനീതിയും ഇതെല്ലാം അതിലെങ്ങനെ നമ്മൾ റിയലൈസ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് പ്രവൃത്തികൾ കൂടാതെ പാപിയെ നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നതിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ കേട്ടത്. അതിനുള്ള ഉദാഹരണമാണ് ബദർ പറഞ്ഞത്. സ്വന്തം മകൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ അവനെ അവിടുന്ന് പുറത്തുനിന്ന് ഇറക്കിക്കൊണ്ടുവരാനായിട്ടുള്ള അമ്മയുടെ വ്യഗ്രത, തൻ്റെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് മകനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പിതാവിനെ നിർബന്ധിക്കുന്ന അമ്മ. അതാണ് ദൈവത്തിൻ്റെ നമ്മളുള്ള മനോഭാവം, ഒരു പാപിയോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം. അവനെ അവിടുന്ന് വെറുതെ അക്യൂറ്റ് ചെയ്യുന്നു, അവനെ നിരുപാധികം അവനെ വിട്ടയക്കുന്ന ആ മനോഭാവം. അതാണ് നമ്മൾ കാണുന്നത്. ആ നടുവിലെ കുരിശിൽ കയറേണ്ടിയിരുന്ന ബറാബാസ്, അവനെ യേശു അവൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു തന്നെ അവന് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നു. അതാണ് നീതീകരണം. വീണ്ടും ബദർ പറഞ്ഞു, തൻ്റെ മകൻ ജനൽച്ചില്ല തല്ലിയുടച്ചപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജനലിന് വിലപ്പെട്ട ജനൽ പൊട്ടിയ വേദന കൊണ്ട് മകനെ തല്ലാൻ വരുമ്പോൾ അവന് ഒന്നും ചെയ്യരുത്, അവൻ എൻ്റെ മകനാണ്, അവൻ എന്ത് നഷ്ടപരിവും ഞാൻ ചെയ്തു കൊള്ളാം, മോചനദ്രവ്യമായി ആ മകന് വേണ്ടി നിലകൊള്ളുന്ന ആ പിതാവ്. അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ, ഈ ദൈവനീതി ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ബൈബിള് മുഴുവനും മനസ്സിലാവും. ദൈവനീതി ശരിക്കും മനസ്സിലാകണം, അതൊരനുഭവമാകണം. അപ്പോൾ വിശുദ്ധ കുർബാനയും കൂടുതൽ അനുഭവമാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കരുതുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. ഞാൻ ഈ 15:2 വചനം എന്നെ ഏറെ നാളുകളായിട്ട് വളരെ വ്യക്തിപരമായിട്ട് സ്പർശിക്കുന്ന ഒരു വചനമായിരുന്നു. ഞാൻ ആവർത്തിച്ച് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വചനമാണ്. അങ്ങനെ അറിയുന്നതിനാൽ ഞാൻ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. ഹല്ലേലൂയ. ശരിക്കും ബ്രദർ പറഞ്ഞു, പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് അറിയണം. ദൈവമക്കളാണെന്ന് അറിയുമ്പോഴാണ് ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചു. അവൻ സജീവ ബലിയായിട്ട് നമ്മുടെ പാപങ്ങളുടെ കടങ്ങളെല്ലാം ഏറ്റെടുത്ത് മോചനദ്രവ്യമായി തന്നെ നമുക്ക് വേണ്ടി കൈയാളിച്ചു. എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മോചനദ്രവ്യമായി ഈശോ കൈയാളിച്ചു. അതാണ് വീണ്ടെടുപ്പിൻ്റെ ആ കൃപ. അത് നമുക്ക് വ്യക്തിപരമാകുമ്പോഴാണ്, ആഴത്തിൽ നമുക്കത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഇത് നമുക്ക് അഭിവാജ്യം, ജീവിതത്തിൻ്റെ ഈ നീതീകരണം നമ്മുടെ സ്വന്തം അനുഭവമാകുന്നത്. അപ്പോൾ ബ്രദർ പ്രത്യേകം പറയുകയുണ്ടായി, 10 കൽപ്പനകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആത്മീയതയാണെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് പഴയ നിയമ ശൈലിയുടെ ബാക്കിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നില്ല എന്ന്. അതൊരു ഷോക്കിംഗ് റെവലേഷനാണ്. സിസ്റ്റേഴ്സിന് ധ്യാനം നടത്തിയ കാര്യമൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വേൾഡ് സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ തിടുക്കം കൂട്ടുന്നതിനെക്കുറിച്ചും ബ്രദർ പറഞ്ഞതും എന്നെ സ്ട്രൈക്ക് ചെയ്തു. കാരണം അതിന് നമ്മൾ വളർന്നില്ല, നമ്മൾ തന്നെ ശരിക്കും സുവിശേഷവൽക്കരിക്കപ്പെട്ടിരുന്നില്ല എന്ന സത്യം. അത് വലിയൊരു റെവലേഷൻ, വെളിപ്പെടുത്തൽ തന്നെയാണ്. നമ്മൾ തന്നെയും ഇത്രയും വർഷമായിട്ട് ഇന്ത്യയിൽ ഇത്രയും ശതമാനം മാത്രമേ കാത്തലിക്സ് ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ആളുകൾ 98% അല്ലേ മാറി നിൽക്കുക. ഒരു ഹിന്ദു പൂജാരി അതിനോട് ചോദിച്ചത് സംഭവം കഴിഞ്ഞ ദിവസം പറയുണ്ടായി,
ഈ കൂടുതൽ അവർ നിൽക്കുമ്പോൾ നമ്മളും കൂടെ അങ്ങോട്ട് ചേരുന്നതല്ലേ നല്ലത് എന്ന് അവർ ചോദിക്കുവാൻ തക്ക വിധത്തിൽ നമ്മൾ സുവിശേഷവൽക്കരിക്കപ്പെട്ടിട്ടില്ല ശരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ കൂടി ഇതിൻ്റെ പ്രസരണം ഉണ്ടായിട്ട് ഈ ചൈതന്യം പ്രസരിക്കും. അത് സൗണ്ടിങ് സോളിറ്റ്യൂഡ് എന്നും പറഞ്ഞൊരു പുസ്തകം പണ്ട് വായിച്ചത് ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർത്തു പോകുന്നു. അപ്പം നമ്മൾ ഭാഷയും ഭാഷണമൊന്നും ഇല്ല, നമ്മൾ ശരിക്കും സുവിശേഷം ഈ മലയിലെ പ്രസംഗത്തിൽ അതിൻ്റെ സാരാംശമുണ്ടെന്നും എടുത്തു പറഞ്ഞു. അപ്പം നമ്മളത് ശരിക്കും ജീവിക്കണം. ഗാന്ധിജി അതുകൊണ്ടാണ് മലയിലെ പ്രസംഗം എപ്പോഴും എന്നും വായിക്കുകയും ബൈബിൾ കൊണ്ടു നടക്കുകയും സുവിശേഷം കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തു. ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ക്രിസ്ത്യാനിയെ കണ്ടുപഠിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ എൻ്റെ വീട് എൻ്റെ വലിയ വീട് എന്ന് നമ്മൾ പറയേണ്ട ഒരു മേഖലയാണ്. നമ്മളിൽ നിന്ന് ആ പ്രസരണം പോകുന്നില്ലല്ലോ. അതാണ് നമ്മളിപ്പോൾ വേദനയോടെ ഓർത്ത് തിരുത്തേണ്ട മേഖല. അപ്പോൾ നമ്മൾ 10 പ്രമാണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ഈ ആത്മീയ ജീവിത ശൈലി വിട്ടിട്ട് അത് പഴയ നിയമത്തോടുള്ള ഒട്ടുനിൽപ്പാണ്. അതിന് കട്ടൻ വീണ് കഴിഞ്ഞു. പല ഉദാഹരണങ്ങളും ബ്രദർ രാവിലെ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇനി പുതിയ നിയമത്തിൻ്റെ കട്ടൻ ഉയർന്ന് നമ്മളത് അനുഭവിക്കുന്ന ഈശോ നമ്മളോടൊപ്പമുണ്ട്. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ കൃപയിലാണ്. എന്നും ബലിയർപ്പിക്കുന്നത് അതിൻ്റെ ആഘോഷമാണ്. നാളെ റാസകുർബാനയാണെന്നും പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു സെലിബ്രേഷൻ ആയിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, സർവ്വപിഡോസ് ഇപ്പം പറയുകയും ചെയ്തു, ബ്രദറിൻ്റെ ആ ലിറ്റർജിയുമായിട്ടുള്ള കണക്ട് ചെയ്തുള്ള സംസാരം എനിക്കും അത് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. ഇന്നല്ല നേരത്തെ ബ്രദറിനെ പരിചയമുള്ള നാൾ മുതൽ അന്നൊക്കെ ഒരു ധ്യാനത്തിന് ഒരു റാസകുർബാന അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു റാസകുർബാന മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണമെന്ന് ബ്രദറിന് നിർബന്ധമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലും മറ്റു പല സ്ഥലങ്ങളിലും നടത്തിയപ്പോൾ ഞാൻ ഓർക്കുന്നു, റാസകുർബാന ആഘോഷമായിട്ട് റാസകുർബാനയാണെങ്കിലും സാധാരണ കുർബാനയാണെങ്കിലും ബ്രദർ നമ്മളോടൊപ്പം ഫ്രണ്ടിൽ നിന്ന് ആ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നാളെ കാണാം. ഓരോ ബലിയിലും അല്ലെ ഒരു പാട്ട് പാടുമ്പോൾ പോലും ബ്രദർ നമ്മുടെ മുമ്പിൽ വലിയൊരു ജീവിക്കുന്ന മാതൃകയായിട്ട് എനിക്ക് ഇപ്പോഴും അത് എക്സ്പീരിയൻസാണ്. കാരണം അത് അനുഭവിച്ചുകൊണ്ടാണ് പാടുന്നതും ബലി അർപ്പിക്കുന്നതും. ആഴപ്പെട്ടുള്ളൊരു ദൈവാനുഭവം അദ്ദേഹത്തിൽ കൂടി കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മുന്നേ നിൽക്കുമ്പോൾ ഒരു വിശുദ്ധൻ നിന്ന് ബലിയർപ്പിക്കുന്നത് പോലെ എനിക്ക് നേരത്തെയും അനുഭവമാണ്, ഇപ്പോഴും അനുഭവമാണ്. റാസകുർബാനയിൽ അത് കൂടുതലായിട്ട് അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഇപ്പം ഈശോയിലൂടെയുള്ള ആ വീണ്ടെടുപ്പ് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു അനുഭവം, അതിൽ നിന്ന് നമ്മളെ തന്നെ വിച്ഛേദം നിർത്തുന്ന ഒരു ആത്മീയതയുടെ ശൈലിയിൽ നമ്മൾ ഈ കാലഘട്ടവും മുന്നോട്ട് പോകുമ്പോൾ ആഗോള സുവിശേഷവൽക്കരണം ഒക്കെ വളരെ ധൃതിയിൽ ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം ഈ നവസുവിശേഷം, ഈ ഈശോ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിലൂടെ തന്ന ഈ സുവിശേഷത്തിൻ്റെ ചൈതന്യം നമ്മൾ തന്നെ ജീവിച്ച് അതിൻ്റെ പ്രസരണം കൊടുത്തും പിന്നീട് അത് പ്രഘോഷിച്ചുകൊണ്ടും ലോകം മുഴുവനിലേക്കും അത് പ്രസരിപ്പിക്കുകയും ഇറങ്ങിത്തിരിക്കുകയും ചെയ്യേണ്ട വലിയ ദൗത്യവും അതിന് സ്പീഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനുള്ള ജ്ഞാനം, ആ ജ്ഞാനമാണ് നമുക്ക് കിട്ടേണ്ടതും നമ്മളിലൂടെ പ്രസരിക്കേണ്ടതും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നാളെ അമ്മയുടെ തിരുനാൾ നാളെയല്ലേ? 8-ാം തീയതി അല്ലേ? മാതാവിൻ്റെ തിരുനാളാണ് അല്ലേ? മാതാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ വലിയ ദൈവിക ജ്ഞാനം ഏറ്റുവാങ്ങി ഈ ഈശോയിലൂടെ വന്ന സുവിശേഷ ജീവിതത്തിന് പുതിയ നിയമത്തിന് നാന്ദി കുറിച്ച അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ആ വലിയ ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അമ്മയിൽ ആവസിച്ച് ആ ജ്ഞാനത്തിൻ്റെ നിറവ് കൊടുത്തതുപോലെ നമ്മളിലും വന്ന് ആവസിച്ച് ജ്ഞാനത്തിൻ്റെ വലിയൊരു കവാടം നമുക്ക് വേണ്ടി തുറന്നു തരാനും ആ ജ്ഞാനകൃപയിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ആ ചൈതന്യം, വീണ്ടെടുപ്പിൻ്റെ കൃപ, അവനിലൂടെ വന്ന നീതീകരണത്തിൻ്റെ തീവ്രത അനുഭവിച്ചും ആസ്വദിച്ചും അതിൻ്റെ പ്രസരണം കൊടുത്തുകൊണ്ടും നമുക്ക് ജീവിക്കാനായിട്ട് ഒരു വലിയൊരു അനുഗ്രഹം നാളത്തെ റാസകുർബാനയിലൂടെ അല്ല, ഇപ്പോൾ തന്നെ അതിൻ്റെ കൃപ അമ്മ നമുക്ക് വാങ്ങിത്തരട്ടെ.
ഇതിനു വേണ്ട എല്ലാ ഉൾക്കാഴ്ചയും തന്നുകൊണ്ടിരിക്കുന്ന, അത് ജീവിച്ച് നമുക്ക് കാണിക്കുന്ന ബ്രദറിൻ്റെ ജീവിത സാക്ഷ്യം ഓർത്ത് ആ ബ്രദറിൽ കൂടി തരുന്ന വലിയ അനുഗ്രഹത്തിന് നമുക്കൊന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. താങ്ക് യു. പണ്ട് വടവാതൂർ സെമിനാരിയിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. വടവാതൂർ സെമിനാരിയിൽ തിയോളജിയൻസിനെല്ലാം ധ്യാനിപ്പിക്കാമെന്ന് പറയണത് അന്ന് സെമിനാരിയുടെ അധികൃതർക്ക് തന്നെ അതൊരു റിസ്ക് ആയിരുന്നു. ഒരു തിയോളജി ഒന്നും പഠിക്കാത്ത ഒരു അൽമായൻ വന്നിട്ട് ഇത്രയും തിയോളജിയൻസിനെയൊക്കെ ധ്യാനിപ്പിക്കാം. അപ്പോൾ അതിന് പെർമിഷനൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വേറെ കുറേ അച്ഛന്മാർക്ക് ഇത് വലിയ ആഗ്രഹമായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വിജയിച്ചില്ലെങ്കിൽ വേറെ ധ്യാനം വയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു റിസ്ക് എടുത്ത് ഒരൽമായനെ കൊണ്ട് ആദ്യമായി വടവാതൂർ സെമിനാരി എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും വലിയ സെമിനാരിയാണ്. 400ഓളം വൈദിക വിദ്യാർത്ഥികളും സ്റ്റാഫ്, തിയോളജിയൻസ്, പ്രൊഫസേഴ്സ് എല്ലാം. ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു കുർബാനയെക്കുറിച്ച് പറയാൻ. ഞാൻ പറഞ്ഞു, ദൈവം ഇത് അധിക പ്രസംഗം ആവില്ലേ ഈ അച്ഛന്മാരെയും തിയോളജിയൻസിനൊക്കെ നമ്മൾ കുർബാനയെക്കുറിച്ച് പ്രസംഗിക്കണത്. അപ്പം ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു റാസ കുർബാന അർപ്പിക്കണം, അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും പഠിപ്പിക്കാനായിട്ടൊരു കഴിവും നമുക്കില്ല, പക്ഷെ നമ്മൾക്ക് കുർബാനയുടെ അനുഭവം ഒരു അൽമായൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം അല്ലേ. നമ്മൾ ഇത്രയും വലിയ തിയോളജിയൻസിനെയൊക്കെ എന്താ പഠിപ്പിക്കുക, പക്ഷെ ഒരു വിശ്വാസിയുടെ അനുഭവം. അങ്ങനെ 3 മണിക്കൂർ എടുത്തു അതിൻ്റെ എക്സ്പ്ലനേറ്ററി ടോക്ക്. 3 മണിക്കൂർ എടുത്ത് ഞാൻ ആ വിശുദ്ധ കുർബാനയുടെ വിവിധ സ്റ്റെപ്പുകൾ വിസ്തരിച്ചു. അതിനുശേഷം ആഘോഷമായ റാസ കുർബാന അർപ്പിച്ചു. മിക്കവാറും 99-ലായിരിക്കാം, അല്ലെങ്കിൽ 97, 98, 99. അതൊരു അത്ഭുതകരമായ അനുഭവമായിരുന്നു. ആ ബാച്ചിലുള്ള വൈദിക വിദ്യാർത്ഥികളെല്ലാം ഇന്ന് വൈദികരായി ലോകത്തിൻ്റെ നാനാഭാഗത്തും. അവരെന്നെ കാണുമ്പോൾ എല്ലാം പറയണത്, ഇപ്പോൾ എന്നെ കാണുമ്പോൾ പറയണം, തോമസ് പോളി നിന്നെ ഞാൻ എന്നും കുർബാനയിൽ ഓർക്കും. സാധാരണ കുർബാനയിൽ ഓർക്കണമെന്ന് മരിച്ച ആൾക്കാരൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു അതെന്താ വെച്ചോ അന്ന്. അപ്പോൾ ചിലവർ പറയും, ഇപ്പോൾ സോജി ഒലിക്കൽ അച്ഛൻ എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സെമിനാരി ജീവിതത്തിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതാവുന്ന ഒരു ദിവസമായിരുന്നു അത്. എൻ്റെ സെമിനാരി ജീവിതത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്ന് അർപ്പിച്ച ആ റാസ കുർബാനയിൽ എനിക്കുണ്ടായ രൂപാന്തരീകരണം. മാത്രമല്ല അവരെല്ലാം ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. എല്ലാ പ്രാർത്ഥനയും അർത്ഥപൂർവം പ്രാർത്ഥിച്ച് കുർബാന അർപ്പിക്കും. അതാണ് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇതോരം ധ്യാനം കൂടിയാലും ധ്യാനം എല്ലാ ദിവസവും ഇല്ലല്ലോ. നമുക്ക് എല്ലാ ദിവസവും ഉള്ളത് എന്താ? വിശുദ്ധ ബലി, കുർബാനയാണ്. ജീവിതം മുഴുവനും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള വലിയ ഒന്നാണ് കുർബാന. ശരിക്കും സ്വർഗം ഭൂമിയിൽ ഇറങ്ങി എന്ന് പറയണത് ഈ കുർബാനയിലാണ്. അത് നാളെ നിങ്ങൾക്കത് ശരിക്കും സ്വർഗം ഇവിടെ അനുഭവിക്കാൻ പറ്റും. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി. നമ്മളിപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് നമ്മുടെ തെറ്റിദ്ധാരണ. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇവിടെ തന്നെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തെ ഒന്ന് അനുഭവിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, ഇനി ആരെങ്കിലും, മറ്റേ സിസ്റ്ററും കൂടി വാ, എന്തെങ്കിലും പറയാനുണ്ടോ ദൈവനീതിയെക്കുറിച്ച്? ഈ ദൈവനീതിയെക്കുറിച്ച് ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോഴാണ്, കുറച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇത് കുറേയും കൂടി ഡെപ്തിൽ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല. കാരണം തോമസ് പോൾ പിന്നെ അതല്ലാണ്ട് എന്താ പറയല്ലേ, ധ്യാനം പഠിപ്പിക്കുന്ന ആൾ അത് പറയും. പക്ഷെ അത് മറ്റുള്ളവരിൽ എങ്ങനെ അത് മനസ്സിലായി എന്നുള്ളത് പറയുമ്പോഴാണ് മറ്റുള്ളവർ ഓഹോ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ എന്ന് മനസ്സിലാവും.
ദൈവത്തിന് സ്തുതി. ഇപ്പം ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതലായി പറഞ്ഞത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അവരുടെ പാപത്തിൻ്റെ തെറ്റിൻ്റെ ശാപവും ശിക്ഷയും തിന്മയും എല്ലാം ഏറ്റെടുത്ത് മോചനദ്രവ്യമായി തീരുന്ന ഒരു അവസ്ഥ, അതാണ് ദൈവനീതി. ബ്രദർ പറഞ്ഞത് ഈ ദൈവനീതിയാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുകയോ സുവിശേഷം ജീവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദൈവനീതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ സുവിശേഷം നമുക്കൊന്നുമല്ല. പിന്നെ ഒരു കാര്യം എന്നെ സ്പർശിച്ച ഇതാണ്, സജീവ ബലി എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റർ സോഫി റോസ് പറഞ്ഞായിരുന്നു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. വേറൊന്ന് പറഞ്ഞത്, നമ്മളുടെ ബലഹീനതയിലേക്കല്ല നമ്മൾ നോക്കിയിരിക്കേണ്ടത്, മറിച്ച് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത ക്രിസ്തുവിലേക്ക് നമ്മളുടെ നോട്ടം, നമ്മളുടെ ദൃഷ്ടി അങ്ങോട്ട് പതിയണം എന്ന് പറഞ്ഞതാണ് എന്നെ സ്പർശിച്ചതിൽ മറ്റൊരു കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾക്ക് സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്.